മക്കളെ, നമ്മളിതാ +1 പഠനമൊക്കെ ആരംഭിച്ചു. ഫസ്റ്റ് ചാപ്റ്റർ തന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും 10th പോലെ അല്ല 11th വരുമ്പം ടോപ്പിക്കുകളൊക്കെ കുറച്ച് വാസ്റ്റ് ആയിട്ടാണ്, ഇൻ ഡെപ്തിലാണ് പോകുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് വീണ്ടും ഇവാലുവേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ തവണ നമ്മൾ പഠിക്കുമ്പോൾ ബോട്ടണി പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബയോളജി ജനറലി നമ്മൾ പഠിക്കുന്ന സമയത്ത് ടേംസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10th ക്ലാസ്സിലെ പോലെ അല്ല, കുറച്ചധികം ടേംസ് വരുന്നുണ്ട്. ഇവിടെ തന്നെ നിങ്ങൾ കണ്ടു കാണും, കിങ്ഡം മൊണീറയുണ്ട്, പ്രൊട്ടിസ്റ്റയുണ്ട്, ഫംഗൈ, പ്ലാന്റ്, ആനിമലുണ്ട്. മൊണീറയിൽ തന്നെ ആർക്കിബാക്ടീരിയ ഉണ്ട്, യുബാക്ടീരിയ ഉണ്ട്. ആർക്കിബാക്ടീരിയയിലേക്ക് വരുമ്പോൾ വീണ്ടും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഹാലോഫൈൽ, തെർമോസിലോഫൈൽസ്, അതുപോലെ തന്നെ മെത്തനോജൻസ്. ഇങ്ങനെ പടികളായിട്ടാണ് പോകുന്നത്. അപ്പം നിങ്ങൾ ഇനി പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലോ ചാർട്ട് ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വൈകാതെ തന്നെ ഇൻസ്റ്റാളിലൊക്കെ അപ്ലോഡ് ആകും, അത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അത് കുറച്ചുകൂടി ഈസിനെസ് ഉണ്ടാകും. എങ്കിലും നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതി പഠിക്കുക. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യം തന്നെയായിരുന്നു 10th ക്ലാസ്സിൽ തന്നെ. +1 നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അപ്പം നിങ്ങൾ നമ്മുടെ ഈ അഗ്നി ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിൻ്റെ ഓരോ പാർട്ട് ലൈവ് കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, പറയുമ്പോൾ അല്ലെങ്കിൽ ടീച്ചർ അല്ലെങ്കിൽ സാർ പറയുന്ന സമയത്ത് തന്നെ അതൊരു ഫ്ലോ ചാർട്ട് വഴി ഒരു കോൺസെപ്റ്റ് മാപ്പ് ഉണ്ടാക്കി പഠിക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്ത് നോക്കാനും പറ്റും. ഇതിൻ്റെ കൂടെ നമ്മൾ ബാച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് നോട്ട്സ് PDF തരുമ്പോൾ അത് നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്ത് പോകാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഈ കോൺസെപ്റ്റ് മാപ്പുകൾ ഒരു നോട്ട്ബുക്കിൽ ഓരോ ചാപ്റ്ററിനെയും ഇങ്ങനെ എഴുതി വെച്ചാൽ ഓണപരീക്ഷ വരുമ്പം ക്രിസ്മസ് എക്സാം വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് മാപ്പ് ജസ്റ്റ് നോക്കി റിവൈസ് ചെയ്ത് പോകാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പം വലിയ ഡീറ്റെയിൽ നോട്ടിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയ നോട്ട്, അപ്പോൾ ചെറിയ കളർ പെന്നൊക്കെ യൂസ് ചെയ്ത് അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ മാർക്ക് ചെയ്ത് വട്ടത്തിലിട്ട് വെക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം എളുപ്പത്തിൽ ബയോളജി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിന് നിങ്ങൾ നന്നായിട്ട് തന്നെ ഡിപ്പെൻഡ് ചെയ്യുക നമ്മുടെ അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. ഓൾറെഡി ജോയിൻ ചെയ്ത കുട്ടികളൊക്കെ പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ, നല്ല രീതിയിൽ നിങ്ങൾക്ക് വളരെ ഫ്രഷ് ആയിട്ട് വളരെ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ്. ഏറ്റവും നല്ല ഫാക്കൽറ്റീസാണ് ഓരോ സബ്ജക്റ്റും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കരുത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റാളർ ഉണ്ടാകും, മൈൻഡ് മാപ്പുകൾ ഉണ്ടാകും. അതൊക്കെ വെച്ച് നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനിയുള്ള സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങണം. നിങ്ങൾ സ്കൂളിലേക്കൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു, ഇനി പെട്ടെന്ന് മാസങ്ങൾ പോകും, ഓണപരീക്ഷ വേഗം ഇങ്ങെത്തും. 10th ക്ലാസ്സിലെ പോലെ അല്ല, ഇവിടെ കുറച്ചുകൂടി എളുപ്പമാണ് എക്സാം എന്ന് പറയുന്നത്. പക്ഷേ കോണ്ടന്റ് അറിഞ്ഞാൽ നമുക്ക് എക്സാമിന് മാർക്ക് കിട്ടും. ഒരു വേർഡ് ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടത്തില്ല, പക്ഷേ കോൺസെപ്റ്റ് വേണം നിങ്ങൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. NCERT വായിക്കാതെ എവിടെയും നിങ്ങൾ പോകരുത്. NCERT ആണ് ഇതിൻ്റെ കോർ എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പോകണം. അതിനുവേണ്ടി നമുക്ക് മൊഡ്യൂൾ എക്സാംസും മോഡൽ എക്സാംസും യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു പാറ്റേണിൽ തന്നെ പോകാൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ തന്നിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നമ്മുടെ ബാച്ചിലേക്ക് വരിക. എല്ലാ സബ്ജക്റ്റും നമ്മൾ ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.